എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് തെറ്റാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന് ചെയ്തിട്ടുള്ളത്? വീട് വിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയമില്ല, പുറലോകമായിട്ട് ഒരു പരിചയമില്ല. No. ഒരു ധൈര്യം, ഞാൻ പറഞ്ഞ ഒരു ധൈര്യം എന്ന് പറഞ്ഞ വാക്കായിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. ധൈര്യം കിട്ടിയത് എങ്ങനെയായിരുന്നു വന്നത്? ഞാൻ ഇറങ്ങിപ്പോയതല്ല, ആക്ച്വലി എൻ്റെ വീട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കിയതാണ്. ഒരു 3-3.5 മാസത്തോളം ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വിരിച്ചാണ് കിടന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽ പാളത്തിൽ കൂടെ നടന്നു. രണ്ട് ഓപ്ഷനുള്ളൂ. ഒന്ന് ബെഗിങ് ചെയ്യണം. അവിടെ ഹോൾട്ട് ആവുന്ന ബസ്സുകളുണ്ടല്ലോ, സ്റ്റാൻഡിൽ ഹോൾട്ട് ആവുന്ന ആ ബസ്സുകളിൽ ഓരോ ബസ്സുകളും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 രൂപ കിട്ടും. പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഉപയോഗിച്ചിട്ടുള്ള. സോ എന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഗുരുവായൂർ തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട്. വനിത എന്ന് പറയുന്ന ഒരു മാഗസീൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രമാണ് കവർ പേജ്. ബുക്ക് ഇറങ്ങിയപ്പോഴാണ്, വനിത ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഹെഡിങ് തന്നെയാണ് എന്നെ ചിന്തിപ്പിച്ചത്. കാരണം ചരിത്രം തിരുത്തി കുറിച്ചു ട്രാൻസ് വുമൺ ദീപ്തി കല്യാണി എന്ന് പറഞ്ഞു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെ ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്നിരുന്ന ഞാൻ 2016 ജൂണിൽ എൻ്റെ മുഖചിത്രമായിട്ട് വനിത എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ കവർ പേജായിട്ട് ആ കടകൾ മുഴുവൻ എൻ്റെ ഫോട്ടോസ് വെച്ചിരിക്കുകയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആക്ട്രസ്സാണ്, മോഡലാണ്, സോഷ്യൽ മീഡിയ താരമാണ് ദീപ്തി കല്യാണി. ഹായ്. ശരിക്കും ഞാനീ പറഞ്ഞതിൽ എന്താണ് ശരിക്കും ഇപ്പോൾ ഇതെല്ലാം ഉണ്ട്. എങ്കിലും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പോൾ എന്തിനാണ്? ഞാൻ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താണോ എൻ്റെ ഉള്ളിൻ്റെ എന്താണോ കഴിവുള്ളത്, അത് മോഡലാവാം, റാമ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ അഭിനയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു നൃത്തമായിരിക്കാം. ഇത് മൂന്നും എനിക്ക് കഴിവുള്ളത് കൊണ്ട് ഞാനത് മൂന്നും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ് ശരിക്കും ആദ്യം തിരിച്ചറിഞ്ഞത്? ഞാൻ പറഞ്ഞപ്പോൾ ഈ അഭിനയവും അല്ലെങ്കിൽ സ്റ്റേജിലെ പെർഫോമൻസും രണ്ടാണ്. ഞാൻ ഒരു ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നത് പോലെയല്ല സ്റ്റേജിൽ അഭിനയിക്കുക. ഇതൊന്നുമല്ല ശരിക്കും നമ്മളൊരു റീൽസൊക്കെ ചെയ്യുമ്പോൾ വേറെയാണ്. ശരിക്കും ഒരു സ്വയം ഒരു കഴിവ് തിരിച്ചറിഞ്ഞത് ഏതായിരുന്നു ആദ്യം? ഡാൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഏതൊരു പ്രായം മുതലായിരുന്നു അത്? ചെറുപ്പം മുതലേ ഉണ്ട്. കാരണം എനിക്ക് 4 ചേച്ചിമാരാണ്, ഒരു ചേട്ടൻ, അച്ഛൻ, അമ്മ, എൻ്റെ ഫാമിലി. വലിയൊരു ഫാമിലി ആണെങ്കിലും കുഞ്ഞൊരു വീട്. സാധാരണ കൂലിപ്പണിക്കാരാണ് എൻ്റെ ഫാമിലി ഉള്ളത്. സോ അതിലെല്ലാവരും അച്ഛൻ 4 ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം. അപ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഏറ്റവും താഴെയുള്ള ആളാണ്. അതായത് ഏജ് ഡിഫറൻറ്റും ഉണ്ട് കേട്ടോ. കാരണം 6 മക്കളാണ്. 6 മക്കൾ. 6 മക്കൾ. ആറാമത്തെ ആളാണ്. ആറാമത്തെ ആൾ ചിലപ്പോൾ 4 ചേച്ചിമാരും ചേട്ടനും കഴിഞ്ഞ്, ചേട്ടന് 13-14 വയസ്സ് കഴിഞ്ഞിട്ടാണ് അമ്മ എന്നെ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏജ് ഡിഫറൻറ്റ് ഉണ്ട്. ഞാനും അമ്മ ഇപ്പോൾ ഒരുമിച്ച് എല്ലാം പോയി കഴിഞ്ഞാൽ അമ്മൂമ്മയാണോ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഏജ് ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ പുന്നാരിച്ച് എൻ്റെ ചേച്ചിമാർ എന്നെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ശനി ഞായറൊക്കെ വീട്ടിൽ, അന്നത്തെ കാലത്ത് റേഡിയോ ആണെന്നല്ലോ, FM റേഡിയോയിൽ കേൾക്കുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ചിത്രഗീതം അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സാധനമൊക്കെ കേട്ട് വീട്ടിൽ ഡാൻസ് കളിക്കും. TV ഒന്നും ഇല്ലാതെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കലയാണ്. അപ്പോൾ ഡാൻസ് ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ അതിൽ പറയാൻ മാത്രം ഞാൻ ഇതുവരെ ഡാൻസ് പഠിച്ചിട്ടില്ല. പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്കറിയാം, അതാണ് ഞാൻ അങ്ങോട്ട് എടുത്ത് പറയാൻ കാരണം. എനിക്കിതുവരെ ഒരു ഗുരു എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെ ഒരാളും ഇല്ല. എന്നാൽ ഞാൻ സ്റ്റേജ് ചെയ്യാത്തതുപോലെ ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പം അത് തന്നെയാണ് ചെയ്യുന്നത്. ദുബായിലും ഡാൻസ് തന്നെയാണ്. സോ ഞാൻ സൂര്യ TV ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചാനലുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതായത് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു സ്ട്രഗിളിങ് എങ്ങനെ കാണുന്നു? ഞാൻ ചോദിച്ച സ്ട്രഗിൾ ചെയ്തതുകൊണ്ട് ഇന്നെത്തുമ്പോൾ അതിൻ്റെ ഒരു സക്സസ്സിന് വേറൊരു ഭയങ്കരമായിട്ടൊരു പ്രൗഡ് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും, ഇപ്പം എൻ്റേന്ന് മാത്രമല്ല, എല്ലാവരുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വിജയമാണല്ലോ അവർ ആഗ്രഹിക്കുന്നത്. തോൽവി ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ആ ഒരു വിജയത്തിനൊരു തോൽവി ഉണ്ട്. അപ്പോൾ എൻ്റെ തോൽവിയായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടുകളും സങ്കടമൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. ഞാൻ ഒരിക്കലും വന്ന വഴി മറക്കാത്തൊരു വ്യക്തിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ എന്നെ സഹായിച്ചവരും എനിക്ക് ഇടം തന്നിട്ടുള്ളവരൊന്നും ഞാൻ ഒരിക്കലും മറക്കാത്തൊരു വ്യക്തിയാണ്. അവരൊക്കെ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. ഭയങ്കര പ്രൗഡ് തോന്നുന്നു ഇപ്പോൾ ഇരിക്കുമ്പോൾ. പക്ഷെ അന്ന് സഹായിക്കാത്തവരുണ്ട് അല്ലെങ്കിൽ എതിർത്തവരുണ്ട്, അവരെയും ഓർക്കാറുണ്ടോ? തീർച്ചയായിട്ടും അവരെ ഓർത്തില്ലെങ്കിലും ഞാൻ പോകുന്ന വഴിയിൽ അവരെ കാണാറുണ്ട്. പക്ഷെ അപ്പോൾ അന്ന് എന്നെ കളിയാക്കി പുച്ഛിച്ചവരുടെ മുമ്പിൽ ഇന്ന് ഞാൻ അഹങ്കാരത്തോടെ നിൽക്കുന്നു. എനിക്ക് അഹങ്കാരമില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളൊരു അഹങ്കാരം വരില്ല. കാരണം ഞാൻ ജീവിച്ചു എന്നുള്ളൊരു അഹങ്കാരം എനിക്കുള്ളിലുള്ളിലുണ്ട്. ഇന്ന് അവരെ കാണുമ്പോൾ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്?
അത് പ്രത്യേകിച്ച് കുറെ കാലം ശരിക്കും എവിടെയാണ് ഗുരുവായൂരാണ് അല്ലേ? ഗുരുവായൂര്, ഗുരുവായൂരാണ്. കുറെ പുറത്തായിരുന്നു ഈ പറഞ്ഞ ബാംഗ്ലൂരും ദുബായ്. ഇപ്പോൾ വീണ്ടും ഒരു നാട്ടിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് അവരൊക്കെ കാണുമ്പോൾ ഇത്ര വർഷം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. ഇന്ന് പക്ഷെ അവരെങ്ങനെയാണ് സംസാരിക്കാൻ വരാൻ പേടിയുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് സംസാരിക്കാൻ. അവർ എന്ത് ഫേസ് വെച്ചിട്ടായിരിക്കാം അല്ല എങ്ങനെ, കാരണം നാട്ടിൽ കുറച്ച് പിള്ളേരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കൂടെ നാട് കഴിഞ്ഞ് പുറത്തുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിന് കഴിഞ്ഞ ഒരു 2 വീക്സ് മുമ്പ് തന്നെ നാട്ടിൽ ഞങ്ങൾക്കൊരു എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി, ഒരു പയ്യൻ ബുക്ക് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൻ ബുക്ക് എഴുതി കവിത. അപ്പോൾ അതിൽ അവൻ സ്കൂൾ പഠിക്കുമ്പോൾ മുതൽ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ലൊരു ഫ്രണ്ടായിരുന്നു എൻ്റെ, നൗഫൽ എന്നാ പേര്. പുള്ളിക്കാരൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ആ ഒരു കണക്ഷൻ വിട്ടു. പിന്നെ ഞാനായിട്ട് ആരെടുത്തും അങ്ങോട്ട് സംസാരിക്കാനോ ഫ്രണ്ട്ഷിപ്പ് വെക്കാനോ പോകുന്നില്ല. കാരണം എനിക്കറിയാം എന്നെ അവർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണ് പിൻവലിയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുവാണ്. അവൻ്റെ ബുക്ക് പ്രകാശനത്തിന് നമ്മുടെ MLA-യും മന്ത്രിയും എല്ലാം ഇരിക്കുന്ന ഗുരുവായൂർ തന്നെ ആ ഒരു വേദിയിലേക്ക് എന്നെ അവൻ ഗസ്റ്റായിട്ട് വിളിക്കുകയും ചെയ്യും. അവൻ എഴുതിയ വള്ളിക്കെട്ടുകൾ എന്ന് പറയുന്ന ആ ബുക്ക് വാങ്ങിക്കാനായിട്ട് അവൻ എന്നെ സജസ്റ്റ് ചെയ്ത്, എന്നെ സെലക്ട് ചെയ്ത് ഞാൻ അവിടെ ചെല്ലുകയും, അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ആ വേദിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ കളിയാക്കിയവരും എന്നെ പുച്ഛിച്ചവരും 1, 2, 3 പേര് ആ വേദിയിൽ ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടായ രമ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മുമ്പിൽ ഞാൻ ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ വെച്ചാൽ ഞാൻ ആർക്കും വലിയ ആളെന്ന് പറയില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എല്ലാ മനുഷ്യരും എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ഓരോരുത്തർക്കും ഓരോ പൊസിഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു അവരുടെ ഇടയിൽ, അവരുടെ സെൻറ്ററിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു പ്രൗഡ് തോന്നി. അപ്പോൾ അന്ന് ഈ ഒരു ഗുരുവായൂർ പോലത്തെ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമപ്രദേശത്ത് ഇതുപോലെ അന്ന് കുട്ടിക്കാലത്ത് ഇതുപോലെ എനിക്കൊരു പെൺകുട്ടി ആവണം അല്ലെങ്കിൽ ആ ഒരു ചിന്ത വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഇന്നും പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പലരും പറ്റില്ല. പക്ഷെ അന്നത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് ആ ഒരു ഫേസ് കടന്നു പോയത് എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വീട് വിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയമില്ല, പുറലോകമായിട്ട് ഒരു പരിചയമില്ല, ഒരു ധൈര്യം. ഞാൻ പറഞ്ഞ ഒരു ധൈര്യം എന്ന് പറഞ്ഞ വാക്കായിരിക്കും യൂസ് ചെയ്യാൻ നല്ലത്. ധൈര്യം കിട്ടിയത് എങ്ങനെയായിരുന്നു അന്ന്? അതൊന്ന് സാഹചര്യമായിരുന്നു, പോയേ തീരൂ എന്നുള്ളതായിരുന്നോ? അതങ്ങനെയാണ്. കാരണം ധൈര്യം ഇല്ല, വിദ്യാഭ്യാസം ഇല്ല. നമുക്ക് എഴുതാം, വായിക്കാം. മലയാളം ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ. സ്കൂൾ പഠനം 10 വരെ പഠിച്ചിട്ടുള്ളൂ. തുടർന്ന് പഠിക്കാൻ എൻ്റെ വീട്ടിലെ സാഹചര്യം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡാൻസ് പഠിക്കാതിരുന്നത് കേട്ടോ. കാരണം ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. അപ്പോൾ അവരുടെ ഈ 4 ചേച്ചിമാർ വിവാഹം കഴിച്ചു കൊടുത്തു, ഏട്ടൻ്റെ വിവാഹം കഴിച്ചു. പിന്നെ എൻ്റെ പഠിപ്പും കൂടി എൻ്റെ ഉള്ളിൻ്റെ ഡാൻസ് പഠിക്കാൻ അതൊന്നും നടക്കാത്തതുകൊണ്ടാണ് അവിടെ സ്റ്റോപ്പായി പോയത് തന്നെ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ആൻഡ് ഉള്ളിൽ ധൈര്യം വരും നമ്മൾക്ക്. വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങിപ്പോയതല്ല, ആക്ച്വലി എൻ്റെ വീട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കിയതാണ്. അത് സാഹചര്യങ്ങളായിരിക്കാം. ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ അന്നത്തെ കാലഘട്ടം. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ബ്രദറിനെയാണ് എന്താ പറയുക സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത്, നിൻ്റെ അനിയൻ എന്താ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പോലെ, നിനക്ക് നാണമില്ലേ, നിനക്കില്ലേ നാണക്കേട് എന്നുള്ള രീതിയിൽ സംസാരിച്ച് ചേട്ടനെ ബ്രെയിൻ വാഷ് ചെയ്തു. ചേട്ടൻ അന്ന് ഡ്രിങ്ക്സ് അടിക്കുമായിരുന്നു. സോ 1.5 വർഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചേട്ടൻ്റെ അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട്. റൂമിലൊക്കെ എന്നെ കെട്ടിയിട്ട് അടിക്കലും പൂട്ടിയിടലും നടു റോട്ടിൽ. അതായത് ഞാൻ ചെറുപ്പം മുതലേ പെൺകുട്ടികളുടെ കൂടെയാണ് കളിച്ചും വളർന്നതൊക്കെ. അപ്പോൾ തൊട്ടടുത്തുള്ള ഗേൾസിൻ്റെ കൂടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ വരും. ചേട്ടൻ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് റോട്ടിൽ നിന്ന് അടിച്ച് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഓവർ ആവാൻ തുടങ്ങി. ഓവർ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രേണത ഉണ്ടല്ലോ, ഒരു സ്ത്രീ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഞാൻ പുറത്തേക്ക് എടുക്കുവാണ്. അതായത് കണ്ണെഴുതുന്നു, ലിപ്സ്റ്റിക്ക് ഇടുന്നു. ആദ്യമൊക്കെ എന്നെ കാണുമ്പോൾ ഒരു ആൺകുട്ടി, ഒറ്റ നോട്ടത്തിൽ ആരും പറയുന്നത് ആൺകുട്ടിയെന്നെ പോലെ. പക്ഷേ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു രീതിയിലാണ് വരിക. സ്ത്രേണതയുള്ള നടത്തം, എൻ്റെ ഡ്രസ്സിങ്സ്, എൻ്റെ ലിപ്സ്റ്റിക്. ഞാൻ ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന മറ്റേ റെഡ് പേപ്പറില്ലേ, അത് വെച്ചിട്ട് വെള്ളം നനച്ച് ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങി, കണ്ണെഴുതാൻ തുടങ്ങി, പൊട്ട് കൊണ്ട് കാതിൻ്റെ മുകളിൽ കമ്മലിടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് എൻ്റെ മാറ്റങ്ങൾ കൂടി തുടങ്ങിയപ്പോൾ ചേട്ടന് അത് ഓവറായി തോന്നി. ചേട്ടൻ നാണക്കേടായി വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. സോ അങ്ങനെ ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ വന്നത്. കാരണം ഞങ്ങൾ തൊട്ടടുത്ത് പറയുമ്പോൾ ഒരു സിറ്റി അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഒന്നും അറിയില്ല.
കാരണം സ്കൂള് വീട് എന്നുള്ളതാണ്. കാരണം ആ ഒരു സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആൺകുട്ടികൾ പിള്ളേരുടെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകും. ഇവിടെ ഒന്നും ഞാൻ പോകാറില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ അന്ന് ജോലികൾ ചെയ്ത് ഒരു സാധാ ഒരു പെൺകുട്ടി എങ്ങനെയാണോ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ എല്ലാ ജോലികളും ഞാൻ തീർത്ത് വീട്ടിലെ ചോറും കറിയൊക്കെ വെച്ച് അച്ഛനും അമ്മയ്ക്കും കുളിക്കാനുള്ള വെള്ളം വരെ ചൂടാക്കിയിട്ട് ഞാൻ കാത്തിരിക്കും. പുറത്തേക്ക് പോവില്ല. എനിക്കറിയില്ല. ഗുരുവായൂർ ചെന്നു. അവിടെ നിന്ന് പിന്നെയാണ് ഞാൻ പഠിച്ചത് എന്താണെന്നുള്ളത്, മനുഷ്യരെന്താണെന്നുള്ളത്. ഗുരുവായൂർ ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ പോയി, പക്ഷെ അതും പരിചയമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അപ്പോൾ വീട്ടുകാരെങ്കിലും വന്ന് അപ്പോൾ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാനൊരു ശ്രമം, വീട്ടുകാർ വന്ന് എന്നെ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 3-3.5 മാസത്തോളം ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വിരിച്ചാണ് കിടന്നത്. കാരണം എൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ല. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു ആൺകുട്ടിയുടെ ഒരു പാൻറ്റും ഷർട്ടും മാത്രം. കാലിൽ ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു 8-9 മണി സമയത്തായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് രാത്രി. നേരെ വന്ന് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വന്നു, കിടന്നു, ഇരുന്നു. കുറേ എനിക്കൊന്നും അറിയില്ലായിരുന്നു. മരിക്കാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽ പാളത്തിൽ കൂടെ നടന്നപ്പോൾ കുറേ നടന്നപ്പോൾ ഒരു അപ്പൂപ്പനാണ് എന്നെ രക്ഷിച്ചത്. അതായത് എന്നെ പിടിച്ച് വലിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. കാരണം അത്രയും വലിയൊരു ഫാമിലിയിൽ നിന്ന് അത്രയും എന്നെ പുന്നാരിച്ച് വളർത്തിയിട്ട് എന്നെ പുറത്താക്കുക എന്നൊക്കെ, പടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുന്ന അതേ സെയിം ആണ് എൻ്റെ വീട്ടിൽ എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അപ്പൂപ്പൻ പിടിച്ച് വലിച്ച് എന്നെ വീണ്ടും ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ടൈമിങ്ങിനാണ് ട്രെയിൻ വരിക എന്നുള്ളത്. കാരണം 8:30 വന്നാൽ പിന്നെ വരും 1:30. അങ്ങനെ സമയം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഗുരുവായൂരാണ് വളർന്നു എന്നുള്ളതാണ്. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി എനിക്ക് അവിടെ നിന്ന്. അന്ന് എങ്ങനെയാണ് പിന്നീട് ഈ പറഞ്ഞ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കണം, കുറേ കാര്യങ്ങൾ അതൊക്കെ? അല്ല, ഞാൻ അവിടെ നിന്ന് പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കിട്ടി. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ സ്ത്രേണതയുള്ള ഗുരുവായൂർ ഞങ്ങളുടെ ഭാഗത്ത് ഒത്തിരി പേരുണ്ട്. പക്ഷേ എന്നെപ്പോലെ പുറത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉള്ളിലായിരുന്നു സ്ത്രീത്വം എന്നുണ്ടായിരുന്നു. എനിക്കത് ഉള്ളിലത്തെ പുറത്ത് എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഫൈസൽ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോൾ പുള്ളിക്കാരി എറണാകുളത്താണ്, ഫൈസൽ, അങ്ങനെ ഒരുപാട് ഇനി പേര് പറയുന്നില്ല. കാരണം അവരിപ്പോഴും ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്, ആ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്, ജെൻഡറിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് സംസാരിക്കാൻ, ഞാൻ എന്നും കരച്ചിലായിരുന്നു. എന്നെ സഹായിക്കാനും എൻ്റെ കൂടെ നിൽക്കാനും കൊണ്ടുപോകാനും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരുമിച്ചായിരുന്നു. പക്ഷെ അവരുടെ ഒന്നും വീടുകളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇരുന്ന് അടിച്ചു പൊളിച്ചിട്ട് ഈവനിങ് ആയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ തനിച്ചാവും. ഞാൻ കിടന്നിരുന്ന് ബസ് സ്റ്റാൻഡുകളിലാണ്. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് വസ്ത്രം വേണം, ഇതിനൊക്കെ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് അവിടെ ഹോൾട്ട് ആവുന്ന ബസ്സുകളുണ്ടല്ലോ, സ്റ്റാൻഡിൽ ഹോൾട്ട് ആവുന്ന ആ ബസ്സുകളിൽ ഓരോ ബസ്സുകളും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 രൂപ കിട്ടും. അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി ഒരു 3 ബസ്സൊക്കെ വാഷ് ചെയ്യും. അപ്പോൾ അതിന് 90 രൂപ കിട്ടും. അപ്പോൾ അതിന് ഓരോ സാധനങ്ങൾ നമ്മൾ സ്വരം കൂട്ടി വെക്കും. അങ്ങനെ പിന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഉപയോഗിച്ചിട്ടുള്ള എന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഗുരുവായൂർ തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് പൈസ എറിയുവാണ്. അന്നത്തെ കാലത്ത് 50ഉം 100ഒക്കെ എറിയുമ്പോൾ നമുക്കത് പൈസ കാണും. നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താ വേണ്ടത്, ഇടാൻ വസ്ത്രം, എനിക്ക് ഭക്ഷണമാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ അതും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ജീവിച്ചു. ഉള്ളിൻ്റെ ഉള്ളിലെ സ്ത്രേണത മുഴുവൻ ഞാൻ അങ്ങ് പുറത്തെടുത്തു. ലേഡീസ് ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി, ടോപ്പുകൾ ഇടാൻ തുടങ്ങി, പബ്ലിക്കിൽ ഹൈ ഹീൽ ചെരുപ്പിടാൻ തുടങ്ങി. ഒത്തിരി പേര് വന്നു പോകുന്ന സ്ഥലമാണ് ഗുരുവായൂർ ബസ് സ്റ്റാൻഡ്. കാരണം കണ്ണനെ കാണാനായിട്ട്, ഭഗവാനെ കാണാനായിട്ട് എല്ലാവരും വരുന്നത് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് അവർ പോകുന്നത് ഗുരുവായൂർ സ്റ്റാൻഡിൽ ബസ് കയറാൻ വരും. അപ്പോൾ എല്ലാവരും കാണും. ഒരുപാട് പേര് ഫാമിലീസൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് മാറി നിന്ന് കളിയാക്കി ചിരിക്കും. അന്ന് പിന്നെ ചാന്തുപുട്ട സിനിമ ഇറങ്ങിയ സമയം. അപ്പോൾ ഒരുപാട് പേരുകൾ പല പേരുകൾ വിളിച്ച് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ ശീതൾ ശ്യാം, നമ്മുടെ തൃശ്ശൂർക്കാരിയാണ്, പുള്ളിക്കാരി എറണാകുളത്താണ്. അപ്പോൾ ശീതൾ ആ സമയത്ത് ബാംഗ്ലൂർ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുമായിരുന്നു. ശീതൾ ഇവിടെ വന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ശീതളിന് മനസ്സിലായി ഇത് കൈവിട്ട് പോയെന്നല്ല, കാരണം ഞാൻ ഇവിടെ അല്ല ജീവിക്കേണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം അവൾ ബാംഗ്ലൂരിലുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റികളെ, ഇപ്പം ഞങ്ങൾ ഹിജറ കൾച്ചർ എന്നൊക്കെ പറയും, അവിടെ അങ്ങനെയാണ് പറയുക ആ ഒരു പേരിന്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, മോൾ ഇനി ഇവിടെ നിൽക്കണ്ട. കാരണം ആ ഒരു സമയത്ത് എൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഗുരുവായൂർക്ക് വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്നെ കാണുവാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം. ഞാൻ ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അതായത് എല്ലാവരും ഇരിക്കുന്നുണ്ട്. എല്ലാവരും ആടിക്കുഴഞ്ഞ് പാടി ആ ഒരു എല്ലാം മറക്കും നമ്മുടെ ആ ഒരു ടൈം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലി വന്ന് എന്നെ കണ്ടു. എന്നെ കണ്ടപ്പോൾ ഞാൻ
അങ്ങോട്ട് ചെല്ലാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അവർ അക്സെപ്റ്റ് ചെയ്യുമോ, എങ്ങനെയാണോ, എന്നെ അടിക്കുമോ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അവരെന്നെ കണ്ടതും മൈൻഡ് ചെയ്യാതെ പോവുക ചെയ്തത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എൻ്റെ ഉള്ളിൽ നമുക്ക് വാശി ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ വീട്ടുകാർ വിളിക്കും എന്നുള്ള ഒരു വിചാരത്തിലും ഒരാഗ്രഹത്തിലും ഞാൻ ഇരുന്നായിരുന്നു. പക്ഷേ വിളിച്ചില്ല. ആൻഡ് ഞാൻ അവിടുന്ന് ശീതൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പോവാം എന്നുള്ള രീതിയിൽ ബാംഗ്ലൂർക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അതുവരെ ഞാൻ കണ്ണട നോക്കുമ്പോൾ ഞാൻ പെണ്ണാണെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അന്ന് എനിക്ക് കുറച്ച് കുഞ്ഞു മീശയും കുഞ്ഞു താടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനാണ് പെണ്ണെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ, ഈ ഒരു സർജറി കഴിഞ്ഞതും സർജറി കഴിയാത്തതും അവിടുത്തെ കൾച്ചറും ഒക്കെ കൂടി ഭയങ്കര ഇതായിരുന്നു. ഇവിടുത്തെ പോലെയല്ല, വേറൊരു നോ. കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവങ്ങളാണ്. ഞങ്ങൾ അവിടെ ചെന്നു, കാത് കുത്തി മൂക്ക് കുത്തി ഞാൻ ഇവിടുന്ന് പോയത്. ഗുരുവായൂരിൽ തന്നെയാണ് ഞാൻ കാതും കുത്തി മൂക്കും കുത്തിയിട്ട് ലേഡീസ് ഡ്രസ്സിലാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അത് ചുരിദാർ ഇട്ടിട്ട് ട്രെയിൻ കയറി ഞങ്ങൾ 5 പേര് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പേരൊക്കെ തിരിച്ച് വന്നു വീട്ടിലേക്ക്, നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് 6 മാസം 1 വർഷം വന്നിട്ട്. പക്ഷേ എനിക്ക് വരാൻ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടും ഇവിടെ വരാനുള്ള ഒരു എവിടെ നിൽക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പിടിച്ചു നിന്നു. കാരണം എനിക്ക് ഒരു ഉള്ളിൽ വാശി ഉണ്ടായിരുന്നു. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നേടണം, എൻ്റെ ലക്ഷ്യം എന്താണോ അത് എനിക്ക് എത്തണമെന്ന് അവിടെ ചെന്നപ്പോഴാണ് കുറച്ചും കൂടി ഇത് മൈൻഡിൽ വന്നത്. സുന്ദരികളായ കുട്ടികളുണ്ടായിരുന്നു അവിടെ, ട്രാൻസ് വുമൻസുകൾ തന്നെ, സർജറി കഴിഞ്ഞിട്ടുള്ള സിനിമാ നടിമാരനെയൊക്കെ അന്നത്തെ കാലത്ത് സിനിമാ നടിമാരെയൊക്കെ വെല്ലുന്നത് പോലെ തന്നെ അത്രയും സൗന്ദര്യമുള്ള. അപ്പോൾ എനിക്ക് അതുപോലെ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. സോ അപ്പം അതിന് പൈസ വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ 2 ഓപ്ഷനാണ്. നമ്മൾ പഠിപ്പുണ്ട്, എഡ്യൂക്കേഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടെ അവിടെ ജോലി കിട്ടില്ല. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ബെഗ്ഗിങ് ചെയ്യണം, അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യണം. ഇത് 2 ഓപ്ഷനേ ഉള്ളൂ. ഇത് രണ്ടും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് വീട്ടിൽ വന്ന് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അത് എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ നമ്മൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ സെക്സ് വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തെന്നല്ല പറയുന്നത്, ആൻഡ് ബെഗ്ഗിങ്ങും ഇഷ്ടപ്പെട്ടെന്നല്ല പറയുന്നത്. എനിക്ക് ഞാൻ ജോലിക്ക് പോയിടത്തൊക്കെ എനിക്ക് അവിടെയും ഒരുപാട് കളിയാക്കലും പരിഹാസമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി ബെഗ്ഗിങ് ചെയ്യാനായിട്ട് തന്നെ ഇറങ്ങി. ട്രാഫിക്കുകളിലും കടകളിലൊക്കെ ബെഗ്ഗിങ് ചെയ്യുന്നു. പക്ഷേ ഈ കേരളത്തിലെ മലയാളികൾ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അത് ഞാൻ അവിടെ ചെന്ന് ഇവിടുത്തെ കളിയാക്കലും പരിഹാസവും എല്ലാം കേട്ട് എന്താ പറയുക, ചെവിയുടെ പാടെ കടഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് തന്നെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ കൈയടിച്ച് ഒരു ട്രാഫിക്കിൽ കാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ അതിൽ മലയാളികളുണ്ടാവും. നമ്മൾ വണ്ടി കണ്ടാൽ തന്നെ ഞാൻ മാറി നിൽക്കും. കാരണം അവർ ചോദിക്കുന്നത് വീട്ടുകൾക്കൊന്നും വേറെ പണിയില്ലേ, കയ്യും കാലും ഒരു കുഴപ്പമില്ല, വൃത്തികെട്ട പേരുകളെ വിളിക്കുക. അവർക്കറിയില്ല ഞാൻ മലയാളിയാണെന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കരഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ബെഗ്ഗിങ് ചെയ്തിട്ടുണ്ട്. കണ്ണീര് കയ്യിൽ വീണിട്ട് കൈ നീട്ടുമ്പോൾ ചിലപ്പോൾ 50 പൈസ 1 രൂപയ്ക്ക് തരിക. അങ്ങനെ അത് സ്വരം കൂട്ടി വെച്ച് ഈവനിങ് ഞങ്ങൾക്ക് ഇവിടെ ഹമാമുണ്ട്, സെക്സ് വർക്ക് ചെയ്യുന്ന, അവിടെ പോയി സെക്സ് വർക്കും ചെയ്ത് 2ഉം ചെയ്ത് ഞാൻ പൈസ സ്വരം കൂട്ടി വെച്ച് എൻ്റെ ഗുരുവിന് കൊടുത്തു. ആൻഡ് ഗുരു അതിനെ സർജറി ചെയ്തു. എത്ര കാലമായിരുന്നു ബാംഗ്ലൂരിൽ ജീവിതം? ഞാൻ 12 വർഷം. 12 വർഷം ബാംഗ്ലൂരിലായിരുന്നു. പിന്നെയാണ് ദുബായിലും അല്ല, പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമാണ്. ദുബായിൽ ഞാൻ ഇപ്പം റീസെൻ്റ് ആണ്, 4 years ആയിട്ട് ദുബായിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നു പോയിരുന്നു? ഇടയ്ക്കിടയ്ക്ക് വരും. കാരണം എനിക്ക് അവിടെ ഒന്നും ഞാൻ സ്റ്റേബിൾ ആയതിനു ശേഷം, കാരണം എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയായി, ട്രാവൽ ചെയ്യാനുള്ള പൈസയൊക്കെ ആയി എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് വരും. ഗുരുവായൂർ വന്ന് എൻ്റെ ലൈഫ് ഒന്ന് ഒരു സിനിമ പോലെ തന്നെ എടുക്കാം. കാരണം ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്ന ഞാൻ പിന്നെ വരുന്നത് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ റൂം എടുക്കാനായിട്ടാണ്. കാരണം കയ്യിൽ പൈസ വന്ന് റൂം എടുക്കുന്നു, ടാക്സി വിളിച്ച്, എൻ്റെ വീട് റോഡ് സൈഡിലായിരുന്നു. ഞാൻ ടാക്സി വിളിച്ച് നേരെ പോവും. അപ്പോൾ വീടിൻ്റെ മുമ്പത്ത് അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടാവും, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ്റെ കൊച്ച്. അപ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അവരുടെ വളർച്ച. അവർക്ക് എന്നെ കാണാൻ പറ്റില്ല. അമ്മ ഇല്ല നോ, ഒരു 4-5 വട്ടം ഞാൻ അങ്ങനെ വന്ന് പോയിട്ടുണ്ട്. പുറത്ത് നിൽക്കാനും പറ്റില്ലല്ലോ, കാറിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ കാർ അവരറിയാതെ ഈവനിങ് സമയത്തൊക്കെ ആകുമ്പോൾ അപ്പോൾ ആരും ശ്രദ്ധിക്കില്ല, മറ്റേ കൂളിംഗ് അടിച്ചിട്ടുള്ള കാറിൽ. അപ്പോൾ പതുക്കെ വീടെത്താറാകുമ്പോൾ സ്ലോ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു മായം പോലെ കാണുള്ളൂ. എന്നിട്ട് അവിടെ പോയിട്ട് 10 മിനിറ്റ് തിരിച്ചാ വണ്ടി വരും. അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും, എന്ത് ഈ കാർ ഇങ്ങനെ എന്നുള്ള രീതിയിൽ. ആൾക്കാർ കാർ ഫോളോ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ കാറെടുത്ത് പോകും. പേടിയായിരുന്നു അവിടെ ജീവിക്കാനും, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരിനെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പേടിയില്ല, ധൈര്യത്തോടെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ വന്നു പോയി. ആൻഡ് ഒരു 11 വർഷത്തിന് ശേഷം ഞാൻ ബാംഗ്ലൂർ പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങി 11 വർഷത്തിന് ശേഷമാണ് ഏട്ടനാണ് എന്നെ വിളിച്ചത്. ഈ അടിച്ചിറക്കിയ ഏട്ടൻ തന്നെ എന്നെ വിളിച്ചത് കേട്ടോ. വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടന് അന്ന് വേണ്ടത്, എന്നോട് ചോദിച്ചത്, ഒരു അനിയനാണല്ലോ, എത്ര വർഷം കഴിഞ്ഞിട്ട് കാണുന്ന, നീ എവിടെയാണോ, നിനക്ക് സുഖമാണോ എന്നല്ല എന്നോട് ചോദിച്ചത്.
ചേട്ടൻ്റെ കസിൻ ഭാര്യ വീട്ടിലൊരു മാരേജ് ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കൂ, കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഏട്ടന് പൈസ കൊടുത്താൽ എനിക്ക് വീട്ടിൽ കയറാം, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് കാണാം, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ തരാം, ഏട്ടന് എത്ര വേണ്ടെന്ന് ചോദിച്ചു. അന്ന് ഏട്ടൻ പറഞ്ഞ പൈസനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തു, പലിശയ്ക്ക് ക്യാഷ് എടുത്ത് ഞാൻ നാട്ടിലേക്ക് വരുവാണ്. ഇപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പോലെ, ഇപ്പം ഞാൻ അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന പോലെ വന്നെങ്കിൽ ഞാൻ പക്ഷേ ഇപ്പം ഇന്ന് ഞാൻ ഗൾഫിൽ നിന്നാണ് വരുന്നത്. കാരണം ഒരുപാട് സാധനങ്ങളും, അമ്മയ്ക്ക് കമ്മൽ, അമ്മയ്ക്ക് ചെറിയൊരു മാല, അച്ഛന് മോതിരം, പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് പിള്ളേർക്കൊക്കെ, ചേച്ചി പിള്ളേർക്കും എല്ലാവർക്കും. അപ്പോൾ കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അമ്മേനെയായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന സമയത്ത് അമ്മയുടെ കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടി, ഞാൻ അമ്മേനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. ഗുരുവായൂർ ഏറ്റവും വലിയ ഹോട്ടൽ തന്നെയാണ് ബാസുരി ഇൻ എന്ന് പറയും, അന്ന് ഗുരുവായൂർ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്ന ഞാൻ ബാസുരി ഇന്നിലാണ് താമസിക്കാൻ റൂം എടുത്തത്. ഏട്ടൻ എന്നെ വന്ന് കാണുന്നു. ഏട്ടൻ താഴെ റിസപ്ഷനിൽ വന്ന് എന്നെ വിളിച്ചു. എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടലിലുണ്ട്. സോ ഏട്ടൻ റിസപ്ഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ സ്റ്റെയർ കേഴ്സ് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സാരിയൊക്കെ എടുത്ത്. ഏട്ടൻ ഷോക്കായി പോയി എന്നെ കണ്ടപ്പോൾ തന്നെ. കാരണം ഞാൻ എവിടെയും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോട്ടോസോ, ഞാൻ സർജറി കഴിഞ്ഞ ഒന്നും ആർക്കും അറിയാം, പക്ഷെ എന്നെ കാണാൻ പറ്റില്ല. അന്നൊന്നും ഞാൻ ഫേമസ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒന്നിലും വന്നിട്ടില്ല, നമ്മുടെ കയ്യിൽ ഫോട്ടോസുകൾ മാത്രമല്ലായിരുന്നു. ഏട്ടൻ കണ്ടു, ഏട്ടന് ഷോക്കായി പോയി. ഏട്ടൻ പറഞ്ഞു എന്തിനാ ഇവിടെ താമസിക്കണേ, നമുക്ക് വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ ഏട്ടനെ വിളിച്ചു. നേരെ ഞങ്ങൾ, ഏട്ടൻ പറഞ്ഞു ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞു. ഓട്ടോയാ എന്നുള്ള രീതിയിൽ ഞാൻ ഡയലോഗ് അടിച്ചു, ടാക്സി വിളിച്ചു, നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ആ നാട്ടിലെ എല്ലാ ജനങ്ങളെയും വിളിച്ച് കൂട്ടിയിരിക്കുവാണ്. കാരണം എന്നെ അടിച്ചിറക്കുമ്പോൾ ഏട്ടൻ്റെ സൗണ്ടും ഞങ്ങളുടെ തമ്മിലുള്ള വഴക്കും കേട്ടിട്ട് ജനങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പാപ്പനും വല്യച്ഛൻ്റെ അവരൊക്കെ കുറേ മക്കളുണ്ടായിരുന്നു. അവരാരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഏട്ടനടിച്ചിറക്കിയ സമയത്ത് അവർക്കെങ്കിലും വിളിക്കായിരുന്നില്ല. അന്നത്തെ രാത്രി അന്ത്യം ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ശരിയാവുന്നില്ല, ആരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ അമ്മ എൻ്റെ പോലെ തന്നെ കുറച്ച് വാശിയുള്ള പോലെ തന്നെ കേട്ടോ, അമ്മ എല്ലാവരും വിളിച്ച് വരുത്തി. ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് കുറച്ചങ്ങ് എത്തുന്ന സമയമാകുമ്പോഴേക്ക് ഏട്ടൻ പറയാട്ടാ എൻ്റെ അടുത്ത്, എന്തെന്ന് നീ ഇവിടെ ഞാൻ ഇവിടെ ഇറങ്ങാം, നീ വീട്ടിലേക്ക് കയറിക്കോ, ഞാൻ പുറകു വശത്തോടെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏട്ടൻ എൻ്റെ കൂടെ വരണം, എങ്കിലും ഞാൻ വരില്ല, ഞാൻ ഈ കാർ നേരെ ബാംഗ്ലൂർക്ക് വിടുന്നു പറഞ്ഞു. ഇല്ല ഞാൻ വരാമെന്ന് പറഞ്ഞു. സോ ഏട്ടൻ ഫ്രണ്ടിൽ, ഞാൻ കാറിൽ ബാക്കിൽ, നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്കുള്ളിലൊരു വാശിയായിരുന്നു കേട്ടോ. ഡോറ് തുറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ ഡോർ തുറന്നില്ല. ഏട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഡോർ തുറക്കണ പോലെ ചുമ്മാ ഇങ്ങനെ കാണിച്ച്, ഏട്ടൻ ഇറങ്ങി ഡോർ തുറന്നു തന്നെ എനിക്ക്. ഞാൻ സത്യമായിട്ട് നമ്മുടെ ഈ പടയപ്പ സിനിമ, കുറേ സിനിമകളിലൊക്കെ ഹീറോയിൻ വന്ന് ഇറങ്ങുന്നുണ്ടില്ല, അതേ മൈൻഡ്, ആ ഒരു വീറും വാശി തന്നെയായിരുന്നു എനിക്ക്. ഞാൻ ഇറങ്ങി, എല്ലാവരും നോക്കിയാൽ അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുക. ഉമ്മറം വീടിൻ്റെ ഫ്രണ്ടിൽ ചവിട്ടുപടി കയറിനേക്ക് മുമ്പ് ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടൻ 12 വർഷങ്ങൾ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏട്ടന് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം ഈ വീട്ടിൽ നീ ജീവിക്കണമെങ്കിൽ ഒന്നുമല്ല ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയി ജീവിക്കണം, ആണും പെണ്ണും കേട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഏട്ടനെ എടുത്തപ്പോൾ ഏട്ടനെ വീണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞൂലേ എന്നുള്ളത്. സോ ഇന്ന് ഞാനൊരു പെണ്ണാണ്, ഞാനൊരു സ്ത്രീയാണ്, ഏട്ടൻ്റെ അനിയത്തിയായിട്ട് എന്നെ സ്വീകരിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഏട്ടൻ കരഞ്ഞു, എൻ്റെ കാല് പിടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ കൈ പൊന്തിച്ചു, ആക്കി ഹഗ് ചെയ്തു, എനിക്ക് ഉമ്മയൊക്കെ തന്ന് ഏട്ടനാണ് എന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയത്. അങ്ങനെ ഒരുപാടുണ്ട്, സംസാരിക്കാൻ നിന്ന് ഒത്തിരി ഉണ്ടാവും. അങ്ങനെയാണ് തിരിച്ച് വീട്ടിലോട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നത് വീട്ടിലേക്ക്. പിന്നെ ഈ പറഞ്ഞ മീഡിയയിലോട്ട് നമ്മൾ കാണുന്ന പോലെ ചാനലിലും ഇതിലോട്ടൊക്കെ ഉള്ള തുടക്കം എങ്ങനെയായിരുന്നു? അത് ഞാൻ ബാംഗ്ലൂരുള്ള സമയത്ത് തന്നെയാണ് എന്നൊരു മോഡലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഹരിചേട്ടൻ എന്ന് പറഞ്ഞ വനിതയിലൊക്കെ ഫോട്ടോഗ്രാഫറാണ്, പുള്ളിക്കാരനാണ് എന്നെ അതും ശീതളാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ജേർണി എന്ന് പറയുമ്പോൾ അതിലൊരു ശീതളം ഉണ്ടായിരിക്കും. കാരണം ഗുരുവായൂരിൽ കൊണ്ടുപോയത് ശീതളാണ്, എനിക്കൊരു വഴി കാണിച്ചു തന്ന ശീതളാണ്. ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ഈ ഒരു ക്യാമറ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അതും ശീതൾ തന്നെയാണ്. കാരണം അന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എറണാകുളത്തേക്ക് വിളിക്കുന്നത്. അതായത് 3 പേരടങ്ങുന്ന ഒരു ഫോട്ടോഷൂട്ടാണ്, ഒരു ട്രാൻസ് വുമണും, ഒരു ട്രാൻസ്ജെൻഡറും, ഒരു ട്രാൻസ് മെന്നും. അപ്പോൾ അതിൽ ട്രാൻസ്മെന്നായിട്ട് സോനു നിരഞ്ജനും, ട്രാൻസ്ജെൻഡറായിട്ട് ശീതൾ ശ്യാം, ട്രാൻസ് വുമണായിട്ട് ഞാനും, ഈ 3 പേരുടെയും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നു. അന്ന് ബ്രസ്റ്റൊക്കെ കാണിക്കണമായിരുന്നു, ഇവിടെ മാത്രം നിപ്പിൾ മാത്രം കവർ ചെയ്തിട്ട് ഫുൾ നേക്കഡായിട്ട്. ട്രാൻസ്മെന്നും അങ്ങനെ തന്നെ, ശീതളായിരുന്നു ട്രാൻസ്ജെൻഡർ ആയിട്ടുണ്ടായിരുന്നു. ശീതളും സെയിം ഷഡ്ഡി ഇത് മാത്രം ഇട്ടിട്ട് ഇന്നർ മാത്രം ഇട്ട് ഇരുന്നിട്ട് അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തി. എറണാകുളത്ത് ആർട്ട് ഗാലറിയിൽ വെച്ചു. അപ്പോൾ കുറേ പേര് വന്നു, എന്നെ ഫോട്ടോസ് നോക്കുന്നു, എൻ്റെ കണ്ണ് നോക്കുന്നു, ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു.
അവിടുന്ന് ഞാൻ തിരിച്ചു പോയി. കാരണം ഞാനൊരു ഗസ്റ്റ് പോലെയായിരുന്നു കേരളത്തിൽ വന്നിരുന്നത്. എനിക്കിവിടെ ഒന്നും ഇല്ല. വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ മുമ്പാണ് കേട്ടോ ഈ ഇതിൽ വനിതയിൽ വരുന്നത് തന്നെ. അപ്പം ഞാൻ അവിടെ ചെന്നു, ഗസ്റ്റ് പോലെ വരും, എൻ്റെ കാര്യം കഴിയും, തിരിച്ചു പോകും. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ വന്ന കൊറ്റംകുളങ്ങര ചമയവിളക്കൊക്കെ ഇല്ലേ, അവിടെ അതുപോലെ വരിക, 2 ദിവസം നിൽക്കുക, എൻ്റെ കാര്യം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമായിരുന്നു. ആൻഡ് അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഹരിച്ചേട്ടൻ്റെ കോൾ വരുന്നു, ഒരു ഫോട്ടോഷൂട്ട് കൂടി വരാൻ പറ്റുമെന്ന് വെച്ചു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എൻ്റെ ചരിത്രം മാറ്റാനാണ് അല്ലെങ്കിൽ ചരിത്രം തിരുത്തി കുറിക്കാനാണെന്ന് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്നു, തിരിച്ച് വന്നപ്പോൾ അപ്പം നമുക്ക് അവിടെ നിന്ന് ഫോണൊക്കെ ഉള്ള സമയത്ത് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അന്ന് ഫേസ്ബുക്കൊക്കെ ആണല്ലോ. അന്ന് രഞ്ജുമ്മയുടെ മേക്കപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ പറ്റുമല്ലോ. സൂര്യ കോമഡി സ്റ്റാറിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂർ ആണെങ്കിലും കൂടെ ഇവിടെ നാട്ടിൽ ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ പോലെ ചാനലിൽ സൂര്യ കോമഡി സ്റ്റാർ ചെയ്യുന്നു, സ്ത്രീ വേഷത്തിൽ അന്നത്തെ കാലത്ത്. അപ്പം അതൊക്കെ കാണുമ്പോൾ ദൈവം ഇവരൊക്കെ നാട്ടിലുണ്ട്, ഞാൻ എന്നാ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുക, ഞാൻ എന്നാ അതുപോലെ നാട്ടിലൊന്ന് സെറ്റിൽ ആവുമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആൻഡ് വന്നു ഫോട്ടോഷൂട്ടിന് ഞാൻ ചെന്നിരിക്കുന്നു. എനിക്കൊന്നും അറിയില്ല, കുറേ ക്യാമറകളുണ്ട്. അപ്പോൾ രഞ്ജുമ്മയാണ് ട്രോളിങ് കൈപ്പിടിച്ചു. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന രഞ്ജുമ്മ കടന്നു വരുന്നു. അപ്പോൾ ഞാൻ വിറയ്ക്കും നിന്നിട്ട്. രഞ്ജുമ്മ എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരി ആ ഫോട്ടോഷൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ രഞ്ജുമ്മയുടെ മേക്കപ്പ്, സുധിമമ്മിയുടെ ഹെയർ സ്റ്റൈല്, വൈറ്റ് ഗൗൺ ഇട്ടിട്ട് എന്നെ ഇതുപോലെ കൊണ്ടിരുത്തി അവർ ഫുള്ള് സെറ്റ് ചെയ്ത് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് എല്ലാം പറഞ്ഞു. ഇതുപോലെ ഇൻ്റർവ്യൂ എടുത്തു. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അവർക്കായിരുന്നു, വനിതക്കാർക്കായിരുന്നു. എൻ്റെ ലൈഫ് സ്റ്റോറി അതുപോലെ തന്നെ ഞാൻ സംസാരിച്ചു. ഞാൻ പോയി അവിടുന്ന്. അത് 2016 കേട്ടോ, 2016 ജൂൺ. യാ. അപ്പോൾ കുറച്ച് പിന്നെ അറിയുന്നത് വനിതയുടെ കവർ പേജിനാണെന്ന്. അപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വനിത എന്ന് പറയുന്ന ഒരു മാഗസീൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രമാണ് കവർ പേജ്. ബാക്കി എല്ലാ ബുക്സുകളിലും എല്ലാ മാഗസീൻസിലും കപ്പിൾസിൻ്റെ ഒക്കെ ഫോട്ടോസ് വരുന്നുണ്ട്, നടിമാരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കാര്യം വെക്കാൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചത് അങ്ങനെ സിമ്പിളായിട്ട് വിട്ടു. ആൻഡ് ബുക്ക് വനിത ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഹെഡിങ് തന്നെയാണ് എന്നെ ചിന്തിപ്പിച്ചത്. കാരണം ചരിത്രം തിരുത്തി കുറിച്ചു ട്രാൻസ് വുമൺ ദീപ്തി കല്യാൺ എന്ന് പറഞ്ഞിട്ട്. സോ അതാണ് എൻ്റെ വനിതയുടെ കവർ പേജ്. ഞാൻ കിടന്നിരുന്ന എൻ്റെ ഗുരുവായൂർ ഞാൻ എൻ്റെ തന്നെ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെ ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്നിരുന്ന ഞാൻ 2016 ജൂണിൽ എൻ്റെ മുഖചിത്രമായിട്ട് വനിത എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ കവർ പേജായിട്ട് ആ കടകൾ മുഴുവൻ എൻ്റെ ഫോട്ടോസ് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് ഫോട്ടോസുകൾ അയച്ചു തരുമായിരുന്നു. കാരണം എന്നെ കുറേ കാലം എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്ന ഒരു കണ്ണേട്ടനുണ്ട്. അവിടെ ഒരു ചായക്കടക്കാരനായിരുന്നു, ഒരു കടക്കാരനാണ്. ആ ചേട്ടൻ എനിക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ കടയിൽ തന്നെയാണ് ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം ഞാൻ അവിടെയാണെങ്കിലും കേരളം മൊത്തം എൻ്റെ ജീവിതം അറിഞ്ഞു. അത് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിലും ആ ഒരു ഇതിലും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാൻ തുടങ്ങി ഷൂട്ടുകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു 10 സിനിമ അഭിനയിച്ചു. ഇപ്പോൾ ഒരു 10 സിനിമ അഭിനയിച്ചു, ഒരു 4-5 ഷോർട്ട് ഫിലിം ചെയ്തു, ഒരു 3 ആൽബം ചെയ്തു, പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഡാൻസ്. സിനിമയിൽ ഏറ്റവും നല്ലൊരു വേഷം തന്നത് ആരാണ്? എനിക്കിതുവരെ അങ്ങനെ നല്ലൊരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ അങ്ങനെയാണല്ലോ, ജെൻഡർ എന്നുള്ളൊരു സാധനമുണ്ട് അവർക്ക്. അപ്പോൾ നോക്കുമ്പോൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ കാണുമ്പോൾ ഓക്കെ കൊള്ളാം, പക്ഷെ അവർ ദീപ്തി കല്യാണി ട്രാൻസ്ജെൻഡർ, അപ്പോൾ അവർക്ക് മറ്റേ ഈ ക്യാരക്ടർ കൊടുക്കാം, ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ക്യാരക്ടർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാരക്ടർ കൊടുക്കാം. ഇങ്ങനെയാണ്. ഇതല്ലാതെ ചിന്തിക്കാൻ ഇപ്പോഴും അവർക്ക് കഴിവുണ്ടായിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിനയിക്കാനാണെങ്കിലും അല്ലെങ്കിൽ മേക്കപ്പ് ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ്. നിങ്ങളെടുത്ത് നോക്കി എത്ര ഒരു മേക്കപ്പ് ഫീൽഡ് എടുത്ത് നോക്ക്, ഏതൊരു സ്ത്രീയാണ് മുമ്പിൽ വന്നിട്ട് നിൽക്കുന്നത്. പേരും പ്രശസ്തി ഉണ്ടായിരിക്കാം, എന്നാലും എപ്പോഴും പെട്ടെന്ന് എല്ലാവരുടെ വായിൽ വരുന്നത് ആരൊക്കെയാണ്? സുരേഷാൻ, രഞ്ജിമാർ, അല്ലെങ്കിൽ പിങ്കി, അങ്ങനെ കുറേ പേരുടെയാണ് പേര് കിടക്കുന്നത്. വിജിലേഷ്, വികാസ്, അങ്ങനെ എല്ലാവരുടെയും ഏതൊരു സ്ത്രീയാണുള്ളത് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷേ പേരും പ്രശസ്തിയില്ല. അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവ്, ഇപ്പം ഞാൻ നന്നായി അഭിനയിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ്, പക്ഷെ തരാൻ ഡയറക്ടർമാർക്ക് ഇതില്ല. ഇൻ കേസ് വിളിച്ചാൽ പോലും സംസാരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പേയ്മെൻറ്റ് കുറവായിരിക്കും, എന്നാലും തരുന്ന ക്യാരക്ടർ ഇത് രണ്ടുമായിരിക്കും. ഒന്നുമല്ല പ്രോസ്റ്റിറ്റ്യൂട്ട്, ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ലിപ്സ്റ്റിക്കും സാരിയൊക്കെ കൊടുത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, വില്ലന്മാർ വന്ന് അടിക്കുന്നു, അപ്പോൾ അവിടുന്ന് ഓടുന്നു, നിങ്ങളുടെ ആൾക്കാർ വരുന്നു, അങ്ങനത്തെ കുറേ സ്റ്റോറികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സിനിമ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എനിക്ക് നല്ലൊരു ക്യാരക്ടർ അതൊരു വേലക്കാരി ആയിക്കോട്ടെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് കിട്ടിയില്ല ഒരെണ്ണം എൻ്റെ നല്ലതെന്ന് പറയാനായിട്ട് ധ്യാൻ ശ്രീനിവാസിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. ഗാലിപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ
തൻവീർ ആമായിരുന്നു നായിക. തൻവിയുടെ കൂട്ടുകാരിയായിട്ട്, അതായത് അത് ട്രാൻസ്ജെൻഡർ ഒന്നുമല്ല, അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ക്യാരക്ടർ ആയിരുന്നു അത്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു ക്യാരക്ടർ, അവളുടെ ക്ലോസ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ചു. അതാണ് ലാസ്റ്റ് സിനിമ. ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കമന്റ് ഇട്ടത് ജൂനിയർ നയൻതാര എന്ന് പറഞ്ഞിട്ട്, അതാരാണ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്? ജനങ്ങൾ തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചോദിച്ചത് അതിനുശേഷമാണ് അങ്ങനെ ഒരു നയൻതാരയുടെ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസോ അങ്ങനെയൊക്കെ ചെയ്യാം, ഫോട്ടോഷൂട്ട്സ് ആയിട്ട്? തീർച്ചയായിട്ടും. കാരണം എനിക്കിത് അന്ന് ടിക്ടോക്കുള്ള സമയമായിരുന്നല്ലോ. ടിക്ടോക്കിൽ ഞാൻ അന്ന് ഒരുപാട് ഫിൽറ്ററുകൾ ഉണ്ടായിരുന്നു ടിക്ടോക്കിലൊക്കെ. അപ്പോൾ കണ്ണ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും, ഐബ്രോ, അങ്ങനെ കുറേ ഫിൽറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില വീഡിയോസുകളിൽ ചില ആംഗിളുകളിൽ ഞാൻ തോന്നിയിട്ടില്ല, ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന് താഴെ വരുന്ന കമൻറ്റ്സ്, ചേച്ചിയെ കാണാൻ നയൻതാരെ പോലെയുണ്ട്, ചേച്ചിയുടെ ഐബ്രോ അല്ലെങ്കിൽ ചേച്ചിയുടെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കമൻസുകൾ വായിക്കുമ്പോൾ നമ്മളൊന്നും കൂടി മിററിൽ പോയി നോക്കും, ശരിയാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇതുവരെ എവിടെയും ഞാൻ നയൻതാരയാന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ദീപ്തി കല്യാൺ എന്ന് പറഞ്ഞ് അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധികയാണ്. കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് നയൻതാര അല്ലായിരുന്നു. മനസ്സിനക്കരെ ഫസ്റ്റ് സിനിമ ഉണ്ടായിരുന്നല്ലോ ആ കാലത്ത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഷൊർണൂര് ഉണ്ടായിരുന്നു, ചോറൂട്ടർ എന്ന് പറഞ്ഞു. അവിടെയായിരുന്നു ആ ഷൂട്ട് ലൊക്കേഷൻ ഫുള്ളും. നയൻതാരയുടെ വീടും ജയറാമേട്ടൻ്റെ വീടും ഒക്കെ അവിടെയായിരുന്നു. അന്ന് ഗുരുവായൂരുള്ള സമയമാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ കിട്ടി എന്നുള്ളത്. അപ്പോൾ ആ പുള്ളിക്കാരത്തെ വീട്ടിലേക്ക് ഞാൻ പോകാറുണ്ട്. അവളുടെ പേര് ഭാവന എന്നാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ പോയ സമയത്ത് അവളെ പറഞ്ഞത് ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, നീ വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഒരാഴ്ചക്ക് അവരുടെ വീട്ടിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീത്വം ഉണ്ട്. നമ്മളുടെ ആ ഒരു മെച്യൂർഡായിട്ടുള്ള സമയം, ഒരു 15, 16, 17 വയസ്സുള്ള സമയത്ത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു ആൺകുട്ടീനെ ആയിരിക്കും. നമ്മൾക്ക് ഇഷ്ടവും ക്രഷും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വികാരം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമയം. ഞാൻ അവിടെ ചെന്നിട്ട് ജയറാമേട്ടനെയാണ് നോക്കിയിരുന്നത്, സീരിയസ്ലി. അപ്പോൾ ലൊക്കേഷനിലുള്ള ക്യാമറമാനും ജയറാമേട്ടനെയൊക്കെ നോക്കും. പക്ഷെ അന്ന് നയൻതാര അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കോട്ടൺ സാരിയൊക്കെ എടുത്തും ഇതൊക്കെ. നമ്മൾ അറിയില്ലല്ലോ, കണ്ടു ആ ഒരു നടി എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയായിരുന്നു. പിന്നീടാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും എൻ്റെ ഡ്രീം എന്നൊക്കെ പറയില്ല, ആ ഡ്രീമിലെ ഒരാഗ്രഹമാണ് നയൻതാര മാമിനെ ഒന്ന് കാണണം, അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, എൻ്റെ ഇൻസ്റ്റയിൽ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യണം. കാരണം ഒരുപാട് പേര്, ഞാൻ നയൻതാര എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞവർ നിങ്ങൾ തന്നെയാണ്. സോ അവർ തന്നെയാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അതിലിടുന്ന ബാഡ് കമൻറ്റ്സിൽ കുറേ പേര് പഴുതേരയാണ്, മീഷോ നയൻതാരയാണ്, അങ്ങനെ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ കമൻറ്റ്സ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ എനിക്കൊരു വെല്ലുവിളി പോലെയാണ്. നയൻതാര മാം എന്തായാലും എനിക്ക് എവിടെയെങ്കിലും വെച്ച് ഒന്ന് കണ്ട് കൂടെ ഒരു സെൽഫി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്ത് അഭിപ്രായം പറഞ്ഞാലും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ 2 അഭിപ്രായം ശ്രദ്ധിച്ചോ? ഒന്ന് BJP പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പിണറായി വീണ്ടും തുടരുന്നു പറഞ്ഞു, BJPക്ക് സീറ്റ് കിട്ടില്ല എന്നും പറഞ്ഞു. അത് രണ്ടും നേരെ വിപരീതമാണ് സംഭവിച്ചത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇല്ല, LDF അവിടെ തന്നെ കാണൂടോ. നമ്മുടെ ഇപ്പോൾ 10 വർഷം ഭരിച്ചല്ലോ, അപ്പോൾ ഇനി കുറച്ച് കാലം റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ LDF മാറിയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക വീറും വാശിയും എന്നൊക്കെ പറയാമല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാകും. കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കാലങ്ങൾ മുതലേ ആ ഒരു പാർട്ടി അങ്ങനെ തന്നെയുണ്ട്, ഒരു ഫാമിലി പാർട്ടി തന്നെ പറയാം. എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ കൊടി പിടിക്കാൻ ഇപ്പോൾ ഞാൻ അങ്ങനെ കൊടി പിടിക്കാനും, പണ്ട് കാലത്തൊക്കെ ഞാൻ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെയൊക്കെ ഞാൻ മനുഷ്യച്ചങ്ങല അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പാർട്ടി പരിപാടിക്ക് പോയിട്ടുണ്ട്. അന്നൊന്നും അറിയില്ല, കാരണം അന്ന് പോയി കഴിഞ്ഞാൽ ഇവരെ കൂടെ പോവാ വണ്ടിയിൽ പോകില്ല എന്നുള്ളത്. ദൈവവിശ്വാസിയും കൂടിയാണ് അല്ലേ? കുറച്ച് താൻ പാതി ദൈവൻ പാതി എന്നാണല്ലോ. ഉണ്ട്, ദൈവവിശ്വാസം ഉണ്ട് എനിക്ക്. ഞാൻ വിശ്വസിക്കുന്ന 2 ദൈവങ്ങളുണ്ട് എനിക്ക്. ഗുരുവായൂർ ജനിച്ചു വളർന്നുകൊണ്ടാണോ? എൻ്റെ ഗുരുവായൂരപ്പൻ, പിന്നെ എൻ്റെ വിഷ്ണുമായ, അങ്ങനെ കുറച്ച് പേര് എനിക്ക് എൻ്റെ ഫേവറേറ്റ്. എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. ജാതി മതം ആണ് പെണ്ണ് വ്യത്യാസമില്ല, എല്ലാ ദൈവങ്ങളും ഒന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ BJP അല്ല, എന്തുകൊണ്ടാണ് അത് സീറ്റ് കിട്ടില്ല എന്ന് പറയാൻ കാരണം? ഞാൻ ചോദിച്ചൊരു BJPയെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയെ BJP അല്ലെങ്കിൽ ആ പാർട്ടിയോട് താല്പര്യമില്ലാത്തതിൻ്റെ ഒരു റീസൺ എന്താണ്? എനിക്ക് പൊതുവേ താല്പര്യമില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ പറഞ്ഞാൽ എന്താ സീനാവോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ആ ഭാഗത്ത് കുറച്ച് BJPക്കാർ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അവരുടെ ഒരു ദേഷ്യമോ ഇതൊന്നുമില്ല. ആ സമയത്ത് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ഒരു പാർട്ടി അപ്പം നമ്മൾ പറയുന്നത് അത് ഏത് പിള്ളേർ, അതാ BJPക്കാർ അങ്ങനെ പറയുന്ന, അങ്ങനെ കേട്ട് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു ഇതാണ്. ഒരു RSS ഒരു കാവ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ഷർട്ടും അവരുടെ കാവ്യം, അത് കേട്ടുകൊണ്ട് ഉള്ളിൽ ഭയം
ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു ഭയമില്ല. എന്ന് തുറന്ന് പറയാം, അല്ല നമ്മുടെ അഭിപ്രായമാണല്ലോ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ, നമുക്ക് പറയാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പാർട്ടിയോട് ഇഷ്ടമില്ല തീർച്ചയായിട്ടും. എൻ്റെ അല്ല, ഇന്നിപ്പോൾ ഒരു ബില്ലൊക്കെ വേണ്ടി ബില്ല് വന്നിട്ടുണ്ട്, ബില്ല് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ് അവർക്ക് എതിരാണെന്നുള്ള ആ ഒരു ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് ഞാൻ ആക്ച്വലി എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ നിങ്ങളെ പോലെയുള്ളവർക്ക് അത് ശരിക്കും കുഴപ്പമല്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഫീമെയിലാണ്. അത് ട്രാൻസ്ജെൻഡർ എന്ന് മാത്രമല്ല, ട്രാൻസ്ജെൻഡറിന് എൻ്റെ ഗവൺമെൻറ് തന്നെ ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉണ്ട്. ബാക്കി എല്ലാം എൻ്റെ പ്രൂഫുകളൊക്കെ ഫീമെയിലാണ്. എൻ്റെ റേഷൻ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ് എല്ലാം ഫീമെയിലാണ്. അതുകൊണ്ട് എനിക്കത് ബാധിക്കുമോ ഇല്ല എന്നുള്ളത് ഇനി നമുക്കറിയാം. പക്ഷേ വരും തലമുറകൾ ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ വരാൻ ഒരുപാട് കുട്ടികൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ BJP ഭരണം ഒന്നടങ്കം തുടച്ച് മാറ്റുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരിക്കുക. കാരണം നാളെ ഇപ്പോൾ എനിക്ക് പ്രസവിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാനൊരു പ്രസവിച്ചൊരു ട്രാൻസ് കുട്ടീനെ പ്രസവിച്ച് കഴിഞ്ഞാൽ അതെൻ്റെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യം എന്ന് പറയാൻ പറ്റും. ഇത് പാരമ്പര്യമല്ലല്ലോ. ഓരോ പല വീടുകളിലും പല ജാലങ്ങളിലും പല ഉള്ള കുട്ടികളാണല്ലോ. അപ്പം അത് വളരാതിരിക്കാനായിരിക്കാം ഇപ്പം തന്നെ ആ ഒരു ബില്ല് തുടച്ച് മാറ്റിയിരിക്കുന്നുള്ളതാണ്. കാരണം എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് തെറ്റാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന് ചെയ്തിട്ടുള്ളതെന്നാണ്. എന്താണ് തെറ്റ്? എനിക്കൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി. കാരണം ആണിൽ നിന്ന് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് എടുത്ത് നോക്കിയാലും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആൺകുട്ടികൾ ഇല്ലേ. ഇപ്പോൾ ഡ്രഗ്സ്, കഞ്ചാവായാലും എന്തായാലും എന്ത് തന്നെ ആയാലും, തെണ്ടിത്തരം, റേപ്പിംഗ്, അമ്മേനെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, ആ മോളെ ബലാത്സംഗം ചെയ്യുന്നു, അതൊക്കെ ആൺകുട്ടികൾ ചെയ്യുന്നുണ്ട്. സ്ത്രീകളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സും എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതിലുമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു ബില്ല് അങ്ങ് എടുത്ത് ഇത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ അങ്ങ് തുടച്ച് മാറ്റാം എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മാറിയില്ല, ഞങ്ങളിവിടെ തന്നെ ജീവിക്കും. ഈ 15 വർഷം മുമ്പ് ഗുരുവായൂർ ആദ്യമായിട്ട് വീടൊക്കെ വിട്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ടുള്ള വർഷങ്ങൾ എനിക്കറിയില്ല, ഞാൻ ചോദിക്കുന്നില്ല, എങ്കിൽ അത്രയും വർഷങ്ങൾ അനുഭവിച്ചിരുന്നു. ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഇന്ന് മാറ്റങ്ങൾ ഏതെല്ലാം രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ അന്ന് ബെഗിങ് അല്ലെങ്കിൽ പ്രൊസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇന്ന് പക്ഷേ അതൊന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിൽ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം എനിക്കിത് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഒത്തിരി പേര് എന്നെ സ്ഥിരം കാണുന്നവർ തന്നെ വന്നിട്ട് എന്താ പറയുക സംസാരിക്കുന്നു, ഞാനൊന്ന് തൊട്ടോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം അന്ന് കളിയാക്കിയിരുന്ന അല്ലെങ്കിൽ അന്ന് പുച്ഛ മുഖത്തോടെ നോക്കിയിരുന്ന അവരിപ്പോൾ എന്തൊരു സഹതാപത്തോടെ നോക്കി അല്ലെങ്കിൽ ഓടി വന്നൊന്ന് തൊട്ടോട്ടെ അല്ലെങ്കിൽ ഒന്ന് ചേച്ചി ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് പറയുന്ന ആ ഒരു മാറ്റം തന്നെയല്ലേ ഏറ്റവും നല്ലത്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടിയിട്ടുണ്ടോ? വേർതിരിവുകൾ ഇല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാതെ എല്ലായിടത്തും പോയിട്ട് ഞാൻ കാരണം അത് ഉള്ളിൽ ചെറുപ്പം മുതൽ ആ ഒരു ഭയമാണ്, എന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഞാൻ അല്ല, ഒരു പേഴ്സണലി അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ അതല്ലാതെ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ പറഞ്ഞ ജോലി സാധ്യതകളാണെങ്കിൽ പോലും പണ്ടത്തെ പോലെ അല്ലാതെ ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ഫീൽഡിലാണെങ്കിലൊക്കെ തന്നെ അതിൻ്റെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ് സൂര്യ, കോമഡി സ്റ്റാറിൽ വർക്ക് ചെയ്തിരുന്ന സൂര്യ. ആ സൂര്യ ഇന്ന് മേക്കപ്പ് സ്വന്തമായി പഠിച്ച് അവൾ ഗുരുവായൂരിൽ വന്നൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തു. സൂര്യയും ജാസ്മിനും 2 പേരും കൂടിയിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്തു. അത് എൻ്റെ നാട്ടിൽ വന്ന് ട്രിവാൻഡ്രത്തിരുന്ന സൂര്യ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവല്ലേ. അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റികൾ, ജോലിയുടെ ഇതാണ് കേട്ടോ പറയണത്. അതുപോലെ ഇപ്പം അത് അവൾ ഈ വരുന്ന 2016 തീയതി പാലക്കാട് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഓപ്പർച്യൂണിറ്റികൾ, അവളുടെ കഴിവുകൾ തന്നെയാണ്. പക്ഷേ എനിക്ക് മേക്കപ്പ് ഫീൽഡ് എന്ന് പറയാനായിട്ട് എനിക്ക് അത്യാവശ്യം മേക്കപ്പ് ചെയ്യാൻ അറിയാം, ഞാൻ അത്യാവശ്യം മേക്കപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് എൻ്റെ ഫീൽഡല്ല, മേക്കപ്പ് എൻ്റെ ഫീൽഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോവാറില്ല. എനിക്ക് ഇത് 3 ഒന്നോലെ ഡാൻസ് അല്ലെങ്കിൽ അഭിനയം, അതാണ് എൻ്റെ മെയിൻ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഡ്രസ്സിങ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊരു ഡ്രീമുണ്ട്, എൻ്റെ പേരിൽ തന്നെ, എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ പേരിൽ എനിക്കൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യണം. അത് ഒന്നുമല്ല തൃശ്ശൂർ അല്ലെങ്കിൽ ഗുരുവായൂർ ഡാൻസ് സ്കൂൾ ഓപ്പൺ ചെയ്യണം. അതെന്തായാലും ഞാൻ നടക്കും. 2027 ലാസ്റ്റ് ആകുമ്പോഴേക്കും എൻ്റെ ആ ഒരു ഡ്രീം ഞാൻ സക്സസ് ആക്കും. അതായിരിക്കും എൻ്റെ ജീവിത മാർഗം. കാരണം ഇതുവരെ ഞാൻ പോയിരുന്നു അല്ലെങ്കിൽ അഭിനയിച്ചിരുന്നു, ഡാൻസ് ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ളത്, അതൊക്കെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ ഇപ്പോഴത്തെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി സമ്പാദിച്ച് വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും 2027 സ്റ്റെപ്പ് എന്ന രീതിയിൽ. അതിനു മുമ്പ് തന്നെ എനിക്കൊരു വീട് വെക്കണം, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം അന്നത്തെ കാലത്ത് അടിച്ചിറക്കി എന്ന് പറഞ്ഞ ആ ഒരു അച്ഛനും അമ്മേനെയും ഞാൻ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു.
എനിക്കത് വേണം, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ ചേർത്ത് പിടിച്ചു. ഇന്നിപ്പോൾ അവരെൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാൻസ് സ്കൂള് തുടങ്ങി സക്സസ് ആവട്ടെ. സിനിമകൾ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കാൻ അധികം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അധികം ഓർക്കാനില്ലാത്ത കഥാപാത്രങ്ങളാണ് ചെയ്തെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതൊന്നും അല്ലാതെ ഒരു ത്രൂ ഔട്ട് റോള് കിട്ടിയിട്ട് സിനിമയിലും കൂടി തിളങ്ങാൻ പറ്റും. അതിന് ആക്ച്വലി ഞാൻ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ഡയലോഗുകൾ ചെയ്യുമ്പോൾ ചില പ്രേക്ഷകരെ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ തറയ്ക്കാറുണ്ട്. അതൊരു ഒറ്റ സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ആ ഒരു വീഡിയോ ഉള്ളൂ. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ ഒരു സിനിമ ഞാനിപ്പോൾ ഇതിലൂടെ പറയാൻ കേട്ടാ, ഞാൻ വെല്ലുവിളി എന്ന് പറഞ്ഞ പോലെ തന്നെ വെല്ലുവിളിക്കുവാണ്. ഒരു നല്ല ചങ്കുറ്റുള്ള ഒരു ഡയറക്ടർ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ എനിക്ക് കഴിവുണ്ട് എന്നുള്ള കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ അത് തരിക എന്നുള്ളത് നിങ്ങളാണ്, ഡയറക്ടർമാരാണെന്നുള്ളത്. അപ്പോൾ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് ആ ഒരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഒന്നിരിക്കാം. താങ്ക് യു. അതുപോലെ തന്നെ ഡാൻസ് സ്കൂളും. യാ ഷുവർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.